ജാൻസി മാഡത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ബീയിങ് ഫസ്റ്റ് ഇസ് ഓൾവേസ് സ്പെഷ്യൽ എന്ന് പറയാറുണ്ടല്ലോ. കേരളത്തിലെ ആദ്യ വി സി, കേരളത്തിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അവിടുത്തെ ഫസ്റ്റ് വി സി. അപ്പോൾ ഇത്തരത്തിൽ പല ഫസ്റ്റ് എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും മാഡത്തിന് ഷോൾഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു മാഡത്തിൻ്റെ കരിയറിൽ? തീർച്ചയായിട്ടും അത് ചലഞ്ചിങ് ആണെന്നുള്ളതിനേക്കാൾ ഉപരിയായി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ വൈസ് ചാൻസലർ ആയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ 10-24 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് വേറൊരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് വളരെ പരിചിതമായ ഒരു അന്തരീക്ഷത്തിൽ അധ്യാപികയായിട്ട് കഴിഞ്ഞപ്പോൾ, പ്രൊഫസറായിട്ട് കഴിഞ്ഞപ്പോൾ, ഗവേഷകയായിട്ട് കഴിഞ്ഞപ്പോൾ, ഗവേഷണത്തിൻ്റെ ഗൈഡായിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് സർവകലാശാല നടത്താവുന്നതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും നമുക്ക് പരിഹരിക്കാനുള്ളത്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എത്ര മനോഹരമായ ഒരു സ്ഥാപനമാണിത് ഈ രാജ്യത്തിൻ്റെ ഭാവിക്കും കുട്ടികളുടെ ഫ്യൂച്ചറിനും ഒക്കെ. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയ പോലെയായിരുന്നു ഞാൻ വൈസ് ചാൻസലർഷിപ്പിനെ കണ്ടത്. ഒരിക്കലും അങ്ങനെ വലിയൊരു പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അല്ലാത്ത ഒരു പൊസിഷൻ. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്ന ഒരു അംബിഷൻ എന്ന് കരുതാവുന്നത് പുറത്തുള്ള ഒരു നല്ല സർവകലാശാലയിൽ പോയി കുറേ കാലം അധ്യാപികയായിട്ട് കഴിയുന്നതോ ഒക്കെയാണ്. ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടി 2 പ്രാവശ്യം കാനഡയിലും ഇംഗ്ലണ്ടിലുമൊക്കെ കഴിഞ്ഞ ആളുമാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ, വൈസ് ചാൻസലർഷിപ്പ് കിട്ടിയപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി, ചലഞ്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരവസരം, പലതും നന്നായിട്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഞാനതിനെ എടുത്തത്. തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം സമൂഹം ഉറ്റുനോക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീ ഇതിനു മുമ്പ് ഒരിക്കലും ഈ കസേരയിൽ ഇരുന്നിട്ടുമില്ല എന്നുള്ളത്. സത്യം പറയണമല്ലോ, എനിക്കങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വലിയ വെല്ലുവിളിയൊന്നും വന്നില്ല എന്നുള്ളതാണ് സത്യം. സഹകരണവും സ്നേഹവും സാഹോദര്യവും ഒക്കെ തന്നെയാണ് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കിട്ടിയത്. പക്ഷേ സർവകലാശാലകളുടെ കാര്യം അറിയാമല്ലോ, അവിടെ രാഷ്ട്രീയമാണ് അക്കാഡമിക്സിനേക്കാൾ കൂടുതൽ പലപ്പോഴും തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു അടിയൊഴുക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചറിന്നാണ് ആദ്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നത്. പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴാണ് മാഡം ആയത്. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചറിനോട് വലിയ സ്നേഹമാണ്, ടീച്ചർ അങ്ങനെ ചെയ്യുന്നു, ടീച്ചർ ഭയങ്കര പ്രശംസയും സന്തോഷമൊക്കെ പറയും. പക്ഷെ സമരം വരുമ്പം മുഖം വേറെ. സമരത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പോലും ഈ വരുന്നവർക്ക് വലിയ ബോധ്യമില്ല. സമരമെല്ലാം കഴിഞ്ഞ് അതുവഴി നമുക്ക് നഷ്ടപ്പെടുന്ന മണിക്കൂറുകൾ, നമ്മുടെ എനർജി, ഇതൊക്കെ കഴിഞ്ഞ് വന്ന് പറയും ടീച്ചറോട് വിഷമമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇത് രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ടാണ്, പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ എന്ന് പറയും. എന്നെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. അത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. എനിക്ക് എൻ്റെ കഴിവുകളെക്കുറിച്ച് തന്നെ തിരിച്ചറിവായിരുന്നു ഈ വൈസ് ചാൻസലർഷിപ്പ്. ഞാനൊരു 12 വർഷം ഒരു കമ്പാരറ്റീവ് ലിറ്ററേച്ചർ സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. പക്ഷെ ഒരു ചെറിയ സെൻറ്ററാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് വലിയ സന്തോഷമാണ്, എൻ്റെ വിഷയമായിരുന്നു അതുകൊണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊച്ചു കിങ്ഡമാണ്, ഒരു ചെറിയ രാജ്യമാണ്. എല്ലാ വിഷയങ്ങളും ഉണ്ട് അവിടെ. കെട്ടിടം പണിയണം, ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളുമുള്ള ഒരു സമ്പ്രദായം, ഒരു സംവിധാനമാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതെനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ സംശയിച്ച് ഞാൻ ഇരുന്നപ്പോൾ അത്ര പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രൊവൈഡഡ് നിയമം അനുസരിച്ചും നാട് നന്നാവണം, ഈ സംവിധാനം ഉപയോഗിക്കണം എന്നുള്ള ഒരു മനോഗതിയോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വാസ്തവത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ജെൻഡർ റിലേറ്റഡ് അല്ല. വാസ്തവത്തിൽ അത് ഒരു പക്ഷേ സ്ത്രീ ആയതുകൊണ്ടാവാം അവർ അക്രമാസക്തരാകാതിരുന്നത് എനിക്ക് തോന്നുന്നു. ആദ്യം വയലൻ്റ് ആകാതിരുന്നത്, എന്നെ സ്പെയർ ചെയ്തത് ഒരു പക്ഷേ സ്ത്രീ ആയതുകൊണ്ടാണ്. പക്ഷേ എങ്ങനെ തീരുമാനങ്ങൾ നടപ്പാക്കാതിരിക്കണം, എങ്ങനെ പോസിറ്റീവ് ആകാതിരിക്കണം, എങ്ങനെ വരുന്ന ഫയലുകൾ, യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്രേസ് ഉപയോഗിക്കുക, എങ്ങനെ ചവിട്ടി പിടിക്കണം, ഫയൽ നീക്കാനല്ല എങ്ങനെ ചവിട്ടി പിടിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടു. അതെങ്ങനെ പരിഗണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വെല്ലുവിളി. എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ തീരെ കോപിക്കാത്ത ഒരാളാണ്. ഞാൻ ക്ഷോഭിച്ച് സംസാരിച്ച് എൻ്റെ മക്കൾ പോലും കേട്ടിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരുപക്ഷെ ഇതൊരു ഇൻകപ്പാസിറ്റി ആവാം, എനിക്ക് ക്ഷോഭം വരില്ല. അതിൻ്റെ അർത്ഥം ഞാൻ സീരിയസ് അല്ലെന്നോ ഒന്നുമല്ല. എനിക്ക് നിശബ്ദതയിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അറിയാം. അപ്പോൾ ഒരുപക്ഷെ ആ ക്ഷമയും സഹിഷ്ണുതയുമാവാം ഇവരുടെ വളരെ നെഗറ്റീവായിട്ടുള്ള ചില സമീപനങ്ങളോട് എനിക്ക്
വളരെ ക്ഷമയോടുകൂടി ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ വ്യത്യാസം കണ്ടത് 25 വർഷത്തോളം ചരിത്രമുള്ള ഒരു സർവകലാശാലയിൽ വന്നപ്പോൾ ഭയങ്കര തടസ്സമാണ്. കാരണം പലതും സെറ്റായി കഴിഞ്ഞിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഞാനൊരു പുതിയ സർവകലാശാലയുടെ ഫൗണ്ടർ വൈസ് ചാൻസലർ ആയപ്പോൾ എന്ന് വെച്ചാൽ സർവകലാശാല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു ഓർഡർ മാത്രമേ ഉള്ളൂ ഞാൻ വൈസ് ചാൻസലർ ആണെന്ന്. സ്ഥലമില്ല, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, കെട്ടിടമില്ല, ആർക്കും ഒന്നും വ്യക്തമല്ല. എന്നോ ഒരു കാലത്ത് 500 ഏക്കർ ഭൂമി കേരളം തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സർവകലാശാല ഇരിക്കട്ടെ എന്ന് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചതുപോലെയായിരുന്നു. അപ്പോൾ കാസർഗോഡാണെന്ന് അറിഞ്ഞു, കാസർഗോഡേക്ക് ട്രെയിൻ കയറുന്നു. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സർവകലാശാല, വഴിയോരത്തുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് സ്വന്തമായൊരു വീടില്ല. എന്നെപ്പോലൊരു സ്ത്രീ, അതും കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത്, അവിടെ ഏറ്റവും വലിയ ഉദ്യോഗം എന്ന് പറയുന്നത് സ്കൂൾ പ്രിൻസിപ്പലാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ വന്നേ എന്നോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയി 1 മാസം താമസിക്കുക. പക്ഷേ എനിക്ക് അവിടെ ഉണ്ടായ ഒരു വലിയ സന്തോഷം, ഇറ്റ് വാസ് എ ക്ലീൻ സ്ലേറ്റ്. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ അതിൻ്റെ ശരിയെക്കുറിച്ച് ഞാൻ കൺസേൺഡ് ആവണമെന്നുള്ളത് മാത്രം. അത് ശരിയാണെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ ആളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ സർവകലാശാലകളുടെ ഒരു ഗതികേടെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രളയമാണ് ഈ സർവകലാശാലകളിൽ എപ്പോഴും. അത് അക്കാഡമിക് കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലും. ഒരുപക്ഷെ പലരും പങ്കുവയ്ക്കാറുള്ളത് പോലെ സ്ത്രീ ആയതുകൊണ്ട് അങ്ങ് തടസ്സപ്പെടുത്തി കളയാം, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായില്ല. ഒരുപക്ഷെ അത് അക്കാഡമിക് രംഗം ആയതുകൊണ്ടാവാം. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം പുതിയ പോസ്റ്റൊന്നും തരാതിരുന്നത് ഈ സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.